ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ പ്ലംബിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നും ഏതൊക്കെ പൈപ്പുകളാണ് മെയിനായിട്ട് ഇറക്കണമെന്നും ഡീറ്റെയിൽസ് വീഡിയോയുടെ നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ച് പൈപ്പാണ് ഏറ്റവും മുകളിൽ നിന്ന് വാട്ടർ ലൈൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് പൈപ്പ്, പിന്നെ അതുപോലെ തന്നെ മുകളിലൊരു ബാത്റൂം ഉണ്ട്. ആ മുകളിലെ ബാത്റൂമിൻ്റെ എയർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കൂടാതെ തന്നെ മോട്ടറിൽ, അതായത് മുകളിലെ ബാത്റൂമിൽ നിന്ന് ഇരിക്കുന്ന കുളിക്കുന്ന വെള്ളത്തിൻ്റെ പൈപ്പ് സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് മെയിനായിട്ട് വരുന്ന പൈപ്പുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ച് പൈപ്പാണ് വരുന്നത്. ഈ 2 ഇഞ്ച് പൈപ്പിന് വേണ്ടിയിട്ടാണ് മെയിൻ വാൽവ് കൊടുത്തിരിക്കുന്നത്. ഈ മെയിൻ വാൽവ് കൊണ്ട് ഈ പൈപ്പാണ് നമ്മുടെ മെയിനായിട്ട് വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന കണക്ഷൻ വരുന്നത്. അതാണ് നോർമൽ ലെവലിൽ എല്ലാ സ്ഥലത്തേക്കും വാട്ടർ കണക്ഷൻ പോകുന്നത്. വേണ്ട, ഈ കാണുന്നതാണ് കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തിരിക്കുന്നത് 6 kg പൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത് കൊടുത്തിരിക്കുന്നത് 1.5 ഇഞ്ച് പൈപ്പ് കൊടുത്തിരിക്കുന്നത് നമുക്ക് പ്രഷർ ലൈൻ, അതായത് ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ സെപ്പറേറ്റ് പ്രഷർ ലൈൻ ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പൈപ്പ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ഇഞ്ച് പൈപ്പ് കൊടുത്തിരിക്കുന്നത് മോട്ടറിൻ്റെ പൈപ്പ്. പിന്നെ ഒരു 1/2 ഇഞ്ച് പൈപ്പ് കൊടുത്തിരിക്കുന്നത് നമ്മൾ വാട്ടർ ലെവൽ കൺട്രോളിൻ്റെ വേണമെങ്കിൽ മുകളിലേക്ക് കണക്ഷൻസ് കൊണ്ടുവന്നതിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാത്റൂമിൽ കൊടുത്തിരിക്കുന്ന 2 കണക്ഷൻസ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ പറഞ്ഞു നോർമൽ ലൈനിലും പ്രഷർ ലൈനും ഉണ്ടെന്ന് പറഞ്ഞു. നോർമൽ ലൈനിൽ നമ്മൾ കണക്ട് ചെയ്യുന്നതും പ്രഷർ ലൈനിൽ കണക്ട് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്ത് ഹോസ്പിറ്റൽ കാര്യങ്ങൾ, ക്ലോസറ്റിൻ്റെ ഏരിയയിൽ വരുന്ന ഹെൽത്ത് ഹോസ്പിറ്റൽ കാര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ പ്രഷർ ലൈൻ കണക്ട് ചെയ്യാറില്ല. കാരണം ഹൈ സ്പ്രേ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലോസറ്റിൻ്റെ ഏരിയയിൽ വരുന്ന സമയത്ത് നമ്മൾ നോർമൽ ലൈനാണ് യൂസ് ചെയ്യുന്നത്. നോർമൽ ലൈനിൽ വരുന്ന ക്ലോസറ്റിൻ്റെ ഏരിയ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് നമ്മൾ ഹെൽത്ത് ഹോസ്പിറ്റൽ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ക്ലോസറ്റിൻ്റെ ഇന്ന് വരുന്നത്, അതിൻ്റെ വെള്ളം കാര്യങ്ങൾ ഇന്ന് വരുന്ന എല്ലാം ഉപയോഗിക്കുന്നത് നമ്മൾ നോർമൽ ലൈനാണ് ഉപയോഗിക്കുന്നത്. പ്രഷർ ലൈൻ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് വരുന്നത് നമ്മൾ കുളിക്കുന്ന ഏരിയയിലാണ് യൂസ് ചെയ്യുന്നത്. ആ മിക്സഡ് ടാപ്പ് കാര്യങ്ങളൊക്കെ ഏരിയയിൽ വരുന്ന സമയത്ത് നമ്മൾ പ്രഷർ ലൈനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പ്രഷർ ലൈൻ നമുക്ക് വരുന്ന ഏരിയകളിൽ വാഷ് ബേസിൻ നമുക്ക് കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് ഈ കുളിക്കുന്ന ഏരിയയിലും കൊടുക്കാം. അപ്പോൾ 2 ലൈനാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി പ്രഷർ പമ്പ് വെക്കുന്നതിന് കൂടിയിട്ടാണ് നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ലൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ലെവൽ, ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ വാട്ടർ ലൈൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹൈ പ്രഷർ നമുക്ക് കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് പൈപ്പാണ് ഏറ്റവും കുറഞ്ഞ് നമ്മൾ ഇറക്കേണ്ടത്. 2 ഇഞ്ച് പൈപ്പ് നേരെ വാട്ടർ ലൈനിൽ ഇറക്കി കണക്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ 1.5 ഇഞ്ച് പൈപ്പ് ഉണ്ട്. 1.5 ഇഞ്ച് പൈപ്പ് നമ്മൾ പറഞ്ഞു പ്രഷർ ലൈന് വേണ്ടിയിട്ട്. ഇനി ഇതൊന്നല്ല, കുറച്ചുകൂടി നമുക്ക് എക്സ്പെൻസ് കുറച്ച് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഒറ്റ ലെവലിൽ തന്നെ ഹൈ പ്രഷർ കാര്യങ്ങൾ കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി പ്രഷർ പമ്പ് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പ്രഷർ പമ്പ് ഒഴിവാക്കി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഒരു സ്റ്റാൻഡ് ഏകദേശം ഒരു 5 അടി ഹൈറ്റ് വരുന്ന വാട്ടർ ടാങ്ക് കാര്യങ്ങൾ കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് കണക്ട് ചെയ്താൽ മതി. അതിനുശേഷം 2 ഇഞ്ച് പൈപ്പ് നേരെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഇറക്കി കൊന്നതിന് ശേഷം ബ്രാഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ പ്രഷർ 2ാമത്തെ നിലയുടെ ഫ്ലഷിൽ വരെ നമുക്ക്, റെയിൻ ഷവറിൽ വരെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണം താല്പര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനൊരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം നമ്മുടെ പുതിയ വീഡിയോസ് നമുക്ക് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.